ദീപകിൻ്റെ ജന്മദിനമായ ജനുവരി 17 പുരുഷാവകാശ ദിനമായിട്ട് ആചരിക്കും. പുരുഷന്മാർക്ക് വേണ്ടി ഹെൽപ്പ് ലൈൻ നമ്പറും ആപ്പും കൊണ്ടുവരും രാഹുൽ ഈശ്വർ. തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായൊരു കാര്യം തന്നെയാണ് ദീപക് എന്ന യുവാവിൻ്റെ ആത്മഹത്യ. വളരെ ഞെട്ടലോടെയാണ് നമ്മളത് ധരിച്ചിരുന്നത്. ഇനി ആർക്കും ഇതുപോലത്തെ ദുരന്തമൊന്നും ഉണ്ടാവരുത്. തീർച്ചയായിട്ടും അത് 17 അദ്ദേഹം ഒരു അവസാനത്തെ രക്തസാക്ഷിയാവട്ടെ. അല്ലെങ്കിൽ അവസാനത്തെ പെണ്ണ് മൂലം ചെയ്യാത്ത തെറ്റ് മൂലം, പെൺകുട്ടികൾ ചെയ്യാത്ത തെറ്റ് മൂലം ആത്മഹത്യ ചെയ്യുന്ന അവസാനത്തെ ആളാകട്ടെ നമ്മൾ ദീപക് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും പുരുഷന്മാർക്കും ഹെൽപ്പ് ലൈൻ നമ്പർ വേണ്ടി വരും. എന്ന് വെച്ചാൽ അത് മിസ്യൂസ് ചെയ്യരുത്. ദൈവത്തെ ഓർത്ത് അങ്ങനെ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്, രീതിയുണ്ടെന്ന് പറഞ്ഞ് ദൈവത്തെ ഓർത്ത് ആണായി പറഞ്ഞവരാരും ഈ മാരികൾ തൊടൽ പിടിക്കൽ, രണ്ടാമത്തെ തരത്തിലുള്ള മെസ്സേജ് അയക്കൽ, അല്ലാതെ അവരെ കയറി അശ്ലീലം പറയുക, അത് പിന്നെ റേപ്പ് അറ്റംപ്റ്റ്, ഇതൊന്നും ചെയ്യരുത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഓർമ്മിച്ചോണം. ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ നല്ലതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ പേരിൽ ആരും മിസ്യൂസ് ചെയ്യരുത്. പെൺകുട്ടികളും അങ്ങനെ തിരിച്ച് മിസ്യൂസ് ചെയ്ത് വനിതാ കമ്മീഷനൊക്കെ ഉണ്ട്, സ്ത്രീകൾക്ക് ന്യായം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് മറ്റേ പെൺകുട്ടി റീച്ചിന് വേണ്ടി മിസ്യൂസ് ചെയ്തത്. അതുപോലെ പുരുഷന്മാരും അങ്ങനെ തന്നെ തിരിച്ചൊന്നും ചെയ്തേക്കരുത്. നിങ്ങളെന്തെങ്കിലും അതിനൊന്നും പ്രോത്സാഹിപ്പിക്കാനല്ല പുരുഷ കമ്മീഷൻ വരുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റിദ്ധാരണ, അയ്യോ എന്തെങ്കിലും ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്താലോ, അല്ലെങ്കിൽ അറിയാതെ ഇത് ദീപകിന് സംഭവിച്ചാലോ, അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ പേരിൽ പെണ്ണ് കേസ് കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പീഡന കേസ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ലൈൻ രാഹുൽ ഈശ്വർ ഉദ്ദേശിച്ചത്. അല്ലാതെ അതിനെ എവിടെയെങ്കിലും കയറി തൂണ്ടും പിടിച്ചിട്ട് പുരുഷന്മാരെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പോകരുത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്.